സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയമസഭയിൽ ചർച്ചയാക്കി പ്രതിപക്ഷം. കേരളത്തിൽ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ അടക്കമുള്ള അവശ്യ സാധനങ്ങൾക്ക് തീവിലയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എന്നാൽ വിലക്കയറ്റത്തെക്കുറിച്ച് അറിയാത്തത് സർക്കാരിന് മാത്രമാണെന്നും കോൺഗ്രസിലെ റോജി എം ജോൺ പറഞ്ഞു. വെണ്ടക്കയും തക്കാളിയും ഇല്ലാത്ത സാമ്പാറും മുരിങ്ങക്കായ ഇല്ലാത്ത അവിയലും കഴിക്കേണ്ട ദുരവസ്ഥയിലാണ് സാധാരണ മലയാളി കുടുംബം. ഒരു മാസം മുമ്പ് 50-60 രൂപയ്ക്ക് ലഭിച്ചിരുന്ന പച്ചക്കറി കിറ്റ് ഇപ്പോൾ കിട്ടണമെങ്കിൽ 100 രൂപയിലേറെ കൊടുക്കണം. വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊന്നും സർക്കാർ മാത്രം അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 85 രൂപയ്ക്ക് ചിക്കൻ ഒരു മന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 85 രൂപയ്ക്ക് ചിക്കൻ കാല് പോലും കിട്ടില്ല. സാധാരണക്കാർ ഉപയോഗിക്കുന്ന മത്തിയുടെ വില 300 രൂപയിലേറെയായി. വിപണിയിൽ പച്ചക്കറി വില വർദ്ധിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് നേരത്തെ കൃഷിമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. സപ്ലൈകോയിലെ വില വർധന ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്നില്ല. കാരണം സപ്ലൈകോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിലക്കയറ്റം ബാധിക്കേണ്ടതുള്ളൂ എന്നും റോജി എം ജോൺ പരിഹസിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ വിലക്കയറ്റം ദേശീയ വിഷയമാണെന്നായിരുന്നു ഭക്ഷ്യമന്ത്രി GR അനിൽ മറുപടി നൽകിയത്. സർക്കാർ ഇടപെടലിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തി. ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ വിലക്കുറവുണ്ട്. സംസ്ഥാനത്ത് 82-83% കുടുംബങ്ങൾ പൊതുവിതരണ കേന്ദ്രത്തെ ആശ്രയിച്ച് റേഷൻ വാങ്ങുന്നുണ്ട്. കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ നൽകാത്തപ്പോഴും സർക്കാർ സാധാരണക്കാരെ ചേർത്തു നിർത്തുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. അതിനാൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. ഫലപ്രദമായ നടപടികളാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു. കൃഷിമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് വില നിയന്ത്രണത്തിന് ഇടപെടൽ നടത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ സമീപനത്തിൽ പ്രതികരിക്കാൻ സർക്കാരിനൊപ്പം പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. ഭക്ഷ്യധാന്യം പോലും വെട്ടിക്കുറയ്ക്കുകയാണ്. വിലക്കയറ്റത്തിന് കാരണവും വിപണി ഇടപെടലിന് തടസ്സവും കേന്ദ്ര ഇടപെടലാണെന്നും മന്ത്രി പറഞ്ഞു. 50 മുതൽ 200% വിലക്കയറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിലക്കയറ്റത്തെയും വിപണി ഇടപെടലിനെയും കുറിച്ച് ചോദിക്കുമ്പോൾ റേഷൻ കട വഴി അരി വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് മന്ത്രിയുടെ മറുപടി. വിലക്കയറ്റത്തിന് എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. വിലവർധനവിന്റെ കണക്കെടുത്തത് മാർക്കറ്റിൽ നിന്നാണ്. അത് സർക്കാരിന് അറിയില്ലേ? ഹോർട്ടികോർപ്പിന്റെ വില പല സാധനങ്ങൾക്കും പൊതുവിപണിയേക്കാൾ കൂടുതലാണ്. വട്ടവടയിൽ നിന്ന് ഇപ്പോൾ പച്ചക്കറി എടുക്കുന്നുണ്ടോ? കഴിഞ്ഞ ഓണത്തിനെടുത്ത പച്ചക്കറിയുടെ കാശ് പോലും കിട്ടിയില്ലെന്ന് വട്ടവടയിലെ കർഷകർക്ക് പരാതിയുണ്ട്. 50ാം വർഷത്തിൽ സപ്ലൈകോയുടെ അന്തകനാവുകയാണ് സർക്കാർ. തന്നെ വിലക്കയറ്റം പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിലും സർക്കാരിന്റെ എല്ലാ ഏജൻസികളും പരാജയപ്പെട്ടെന്നാരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി.